ഹായ് ഹലോ. അപ്പോൾ ഇന്നെന്താ ഇങ്ങനെ ആകാശവും മാവും ഒക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി മാങ്ങ കഴിക്കണമെന്ന്. അപ്പം പിന്നെ വേറൊന്നും ആലോചിക്കേണ്ടെന്ന് ആവശ്യമില്ല. കാര്യം നമ്മുടെ വീടിൻ്റെ മുറ്റം നിറയെ മാവിൽ മാങ്ങ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള തോട്ട വെച്ചിട്ട് മാങ്ങയുടെ 7 ഇലത്ത് പോലും എത്തത്തില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തോട്ടയൊക്കെ എടുത്ത് ഞാനും അമ്മയും അനിയത്തിയും കൂടെ കുറച്ച് മാങ്ങയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ടാസ്ക്കായിട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നമ്മൾ നേടിയിട്ട് കഴിക്കണമല്ലോ. എങ്ങനെയൊക്കെ പിച്ചുമെങ്കിലും പകുതി മുക്കാലും താഴെയാണ് വീണ് പോകുന്നത് കേട്ടോ. കുറച്ചേ നമുക്കല്ലാതെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളിത് ഇത്രയും പിച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാനല്ല കേട്ടോ, ഒരു 5-6 വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമുക്കുള്ളത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഉപ്പും മുളകൊക്കെ ഇട്ട് നല്ല പച്ചയായിട്ടുള്ള മാങ്ങ കഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു പഴുത്ത മാങ്ങ. ഇത് പുളിപ്പുണ്ടെങ്കിലും ചെറിയൊരു മധുരം ഉണ്ട്. അപ്പം അതും ഒന്ന് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ചപ്പോഴത്തേക്കിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ. എനിക്ക് മാങ്ങ ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ പാത്രം വരെ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും മാങ്ങയൊക്കെ കിട്ടി തുടങ്ങിയോ? എല്ലാവരും ഈ ഒരു സീസണിൽ മാങ്ങയൊക്കെ കഴിച്ചോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതിൽ നിങ്ങളെ കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, വെറുതെ എന്തിനാണ് നിങ്ങളുടെ വായിലൂടെ കപ്പൽ ഓടിക്കുന്നത് അല്ലേ. നിങ്ങളും മാങ്ങയൊക്കെ കഴിച്ചോ? നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ടൈപ്പിലുള്ള മാങ്ങയാണോ ഉള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്കിന് അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.